ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് റിസോർട്ടിൽ വരുവാണ് കേട്ടോ. റിസോർട്ടിൽ വരുമ്പോഴത്തേക്കും മാനേജർ പറഞ്ഞിട്ട് സെർവർ അവിടെ ഗോവിന്ദിന് കുടിക്കാൻ വേണ്ടി മദ്യമൊക്കെ റെഡിയാക്കി വെക്കുവാണ്. ആ സമയത്താണ് ഗീതു മാനേജറിൻ്റെ കൂടെ അങ്ങ് വരുന്നത്. അപ്പോൾ ഗീതു ഇങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യുവാണ്. മാനേജർ അകത്തോട്ട് കയറി ചെല്ലാൻ നേരത്ത് ഗോവിന്ദ് ചോദിക്കുക, എടോ തന്നോട് ഇതൊക്കെ ആരാ അവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? അല്ല, സാറിൻ്റെ ടെൻഷൻ കണ്ടപ്പം കൊണ്ടുവന്നതാണെന്ന് പറയുവാണ് കേട്ടോ മാനേജർ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് പറയാം, എന്നാൽ താനൊരു കാര്യം ചെയ്യുക, ഈ ലോകത്തുള്ള എല്ലാ മദ്യവും കൊണ്ടുപോകാം, അതെല്ലാം ഞാൻ കുടിക്കാം, പക്ഷേ അതെല്ലാം കുടിച്ച് കഴിയുമ്പോൾ എൻ്റെ ടെൻഷൻ പോയിരിക്കണം, അല്ലല്ല ഞാൻ പറയാൻ പോണേ, എടുത്തുകൊണ്ട് പോടോ ഇതൊന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഗോവിന്ദൻ്റെ അടുത്ത് വന്ന് ഗീതു ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർന്ന് നിൽക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, കണ്ണേട്ടന് എന്തിനാ ഇത്ര ടെൻഷൻ? കണ്ണേട്ടന് ആരുമില്ലാന്ന് ആരാ പറഞ്ഞത്? ഞാനില്ലേ, നമ്മൾ കുറച്ച് മുമ്പല്ലേ പരസ്പരം മനസ്സ് തുറന്നേ, ഇത്രയും പെട്ടെന്ന് വീണ്ടും എന്നെ ഒഴിവാക്കുവാണോ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഇതിപ്പം എൻ്റെ കൂടെയാണോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. നിനക്കൊരിക്കലും ഒരു ജീവിതം എനിക്ക് തരാൻ പറ്റിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഞാൻ ഒരു ജീവിതം ജീവിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ഗീത് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഇപ്പം നമ്മളെ ഒന്നിപ്പിക്കാൻ നോക്കിയതും നമ്മളെ പണ്ട് ഒന്നിപ്പിച്ചതും പ്രിയമോളാണ്. അപ്പോൾ പ്രിയമോൾക്ക് ഒരിക്കലും ഒരു പ്രശ്നം വരരുത്, അവൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കുക എന്നുള്ള ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ കാര്യം. ഗോവിന്ദേട്ടൻ എൻ്റെ കൂടെ വരണോ അതിന് വേണ്ടിയിട്ടെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് പ്രിയ വിളിക്കുന്നുണ്ട്. അപ്പം ഗീത് ഫോൺ കൊടുക്കുമ്പോൾ ഗോവിന്ദ് അത് മേടിച്ച് കട്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ ഗീത് പറയുന്നുണ്ട്, എന്താ ഗോവിന്ദേട്ടെ കാണിച്ചേ എന്നങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയാണ്, എനിക്കൊരു ജീവിതം കിട്ടുന്നതെന്നും ഇപ്പോൾ അവൾക്കും താല്പര്യമില്ല, അവളും നമ്മളെ പിരിക്കാനാണ് നോക്കുന്നതെന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ഗീത് പറയുന്നുണ്ട്, നമ്മൾ പരസ്പരം അകന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സ്നേഹം നമ്മൾ മനസ്സിലാക്കട്ടെ എന്നോർത്താണ് അവൾ പറഞ്ഞത്. പക്ഷേ രാധികാമ്മയുടെ കയ്യിൽ ഒരു ടൂളായി അവൾ പോയി, എന്തൊക്കെയോ വേറെ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരിക്കലും പ്രിയയ്ക്ക് ഏട്ടനില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദന് ചെറിയൊരു സമാധാനമാവാണ്. എന്നിട്ട് പറയാം, വാ എൻ്റെ കൂടെ വരുവല്ലേ, ഞാൻ പറഞ്ഞാൽ എൻ്റെ കണ്ണേട്ടൻ വരുവല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് ചെറുതായിട്ട് ചിരിച്ച സമ്മതം മൂളുവാണ് കേട്ടോ വരാമെന്നുള്ള രീതിയിൽ. എന്നിട്ട് ഗീതു അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിയ വീണ്ടും വിളിക്കുവാണ്. അപ്പം ഗീതു ഫോൺ ഗോവിന്ദൻ്റെ കൊടുക്കുവാണ് കേട്ടോ സ്പീക്കറിലിട്ടിട്ട്. അപ്പോഴത്തേക്കും ചോദിക്കുക, ഏട്ടൻ എന്നോടാണോ ദേഷ്യം? എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ ഏട്ടൻ വരാത്തത്? എന്ത് ദേഷ്യമോ? അന്ന് ഗീതു ചേച്ചിനെ കെട്ടാൻ പറഞ്ഞ ദേഷ്യമോ അതോ ഇപ്പോൾ മാറി താമസിക്കാൻ പറഞ്ഞ ദേഷ്യമോ? എന്താ ദേഷ്യത്തിന് കാരണം എന്ന് പറയാമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, ഗീതു എനിക്കെന്നും പ്രിയപ്പെട്ടവളാന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ പ്രിയോട് പറയുവാണ്. അത് കേൾക്കുമ്പോൾ പ്രിയ പറയുവാണ്, ഏട്ടൻ എന്തിനാ പിന്നെ എന്നോട് കള്ളം പറയുന്നത്? ഏട്ടൻ എങ്ങനെ ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്? ഇതിപ്പോൾ ആ ഗീതു ചേച്ചിയെ വിളിച്ച് ചോദിച്ചാലും ഏട്ടനെ ജീവനാന്ന് പറയും, കള്ളി എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ഗീതു കൊള്ളാം എന്നുള്ള രീതിയിൽ ഗീതു അവിടെ നിന്ന് പോവുകയാണ്. അതിമ്പോൾ പ്രിയ പറയുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങളിവിടെ വരണം, 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ വന്നേക്കണം, അല്ലെങ്കിൽ ഞാനിവിടുന്ന് പോവും എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ പ്രിയ ഫോൺ കട്ടാക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദ് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ് പറയുകയാണ്, ഈ റിസോർട്ടിൽ നിന്ന് നമുക്ക് 2-3 ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ? ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞ് പയ്യെ പോയാൽ മതിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയാം, അപ്പോൾ പ്രിയയുടെ അടുത്ത് 1 മണിക്കൂറിനുള്ളിൽ ചെല്ലേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയാണ്, അതിന് ഇവിടുന്ന് വീട്ടിലോട്ട് 1/2 മണിക്കൂറല്ലേ ഉള്ളൂ, പിന്നെ ഒരു 1/2 മണിക്കൂറുണ്ടല്ലോ, ആ 1/2 മണിക്കൂർ നമ്മൾ രണ്ടും വിചാരിച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ഗീതു ഒരു ആപ്പിൾ എടുത്തിട്ട് പറയാണ്, ഇതാണ് വിലക്കപ്പെട്ട കനി, ഇതും കഴിച്ചുകൊണ്ടിരുന്നാൽ മതി, 1/2 മണിക്കൂർ പെട്ടെന്ന് അങ്ങ് പൊക്കോളും എന്ന് പറയുവാണ്. ആ സമയത്ത് അജാസ് ഗോവിന്ദ് പറഞ്ഞതനുസരിച്ച് ഇവൻറ്റ് മാനേജറിനെയും കൊണ്ട് വീട്ടിലെത്തിയേക്കുവാണ്. ഇതുകൊണ്ട് രാധികാമ്മ ചോദിക്കുകയാണ്, എന്താ ഇവൻ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും സാറ് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഗീതുവും ഗോവിന്ദും കൂടെ അങ്ങ് കയറി വരുന്നു കേട്ടോ. ഇവൻറ്റ് മാനേജറിനെ അജാസിനെയും കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദ് ഞെട്ടിപ്പോവാണ്, ഇനിയിപ്പോൾ എന്ത് പറയും, എന്ത് കാണിക്കും എന്നോർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് അജാസ് പറയുന്നുണ്ട്, സാറിൻ്റെ ലൈഫിൽ എന്തോ പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് ഇന്നുണ്ട്, അതിനല്ലേ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ നടന്ന കാര്യമൊക്കെ നമ്മുടെ ഗോവിന്ദ് വീണ്ടും ഇങ്ങനെ ഓർക്കുവാണ്. അപ്പം ഗീതു പയ്യെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, പറ ഫസ്റ്റ് നൈറ്റ് എടുക്കാനാണെന്ന് എല്ലാവരും മുമ്പ് വെച്ച് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അജാസ് പയ്യെ ഗീതുവിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് പരിപാടിയാണെന്ന് ഇങ്ങനെ നൈസായിട്ട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗീതു ചെറിയ ദേഷ്യം കൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ 16 അടിയന്തരം അതിൻ്റെ സദ്യ ഉണ്ടാക്കലെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അജാസ് തിരിച്ച് കളിയാക്കി ഗീതുവിനോട് പറയുന്നുണ്ട്, അതിന് 16 അടിയന്തരം നടക്കണമെങ്കിൽ 16 ദിവസം മുമ്പേ മരിക്കണ്ടേ, പിന്നെ സദ്യ ഒന്നും എനിക്ക് താല്പര്യമില്ല, ഇഡ്ഡലി എനിക്ക് അത്രയും കൂടെ താല്പര്യമില്ല, വല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ആണെങ്കിൽ നോക്കാമെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് പ്രിയയും കാഞ്ചനയും എല്ലാവരും കൂടെ അവിടെ വരുവാണ്. അപ്പോഴത്തേക്കും ഗോവിന്ദ് പെട്ടെന്ന് ഇവൻറ്റ് മാനേജറിനോട് പറയുകയാണ്, സോറി എനിക്ക് ഡേറ്റ് മാറിപ്പോയതാ, ഇന്നല്ല വേറൊരു ദിവസമാണ് എന്നിങ്ങനെ പറഞ്ഞ ക്ഷമ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, കുഴപ്പമില്ല സാർ എപ്പോഴാണെങ്കിലും പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ രാധികാമ്മ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞോലെ നോക്കി നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ അവർണിക ഒരു ബൊക്കയും കൊണ്ട് വരുവാണ്.
അപ്പോൾ ഇതെന്താന്ന് ഉള്ള രീതിയിൽ ഗീതു ഇങ്ങനെ നോക്കി വെക്കുമ്പോൾ പറയുവാണ്, അജാസിനെ കുറച്ചും വിളിച്ചപ്പോൾ ഇവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും തോന്നി, അതുകൊണ്ടാണ് ഞാൻ ബൊക്കെ മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് ഗീതുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ തുടങ്ങും. ഗീതു ഇതിൻ്റെ അവകാശം ഞാനല്ല, ദേ നിൽക്കുന്ന ഐഡിയ ഉണ്ടാക്കിയ ആൾ അവിടെ കൊടുത്താൽ മതി, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ല എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഗീതു ഇങ്ങനെ അജാസിനോട് നോട്ടം നോക്കുവാണ്, ഇത്രയും പെട്ടെന്ന് ഇത് നാട് മുഴുവൻ അറിയിച്ചോ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും പെട്ടെന്ന് ഗോവിന്ദ് ചടങ്ങ് മാറ്റി വെച്ചു എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും ഇതെല്ലാം കേട്ട് അവർ ഇങ്ങനെ ഇതെന്താ ഇവർ ഈ പറയുന്നതെന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. ആ സമയത്ത് രാധികാമ്മ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് ചടങ്ങാണ് നീ മാറ്റി വെച്ചേ, അത് പറയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, മാറ്റി വെച്ച ചടങ്ങിനെ പറ്റി ഇനി എന്ത് പറയാനാ, ചടങ്ങ് മാറ്റി വെച്ചല്ലോ എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് അജാസും ഇവൻറ്റ് മാനേജറും കൂടെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രിയമോൾ പറയുന്നുണ്ട്, ഏട്ടൻ എന്താ ഞങ്ങളെ കണ്ടിട്ട് പൊട്ടന്മാരായിട്ട് തോന്നുന്നുണ്ടോ, എന്ത് ചടങ്ങാണ് മാറ്റി വെച്ച്, എന്താ ഏട്ടൻ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതെന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ഗീതു പറയാണ്, നീ ദേഷ്യപ്പെടുമൊന്നും വേണ്ട പ്രിയമോളെ, വേറെ ചടങ്ങൊന്നുമല്ല, നിൻ്റെ ബേബി ഷവറിൻ്റെ കാര്യമാണ് കണ്ണേട്ടൻ ഉദ്ദേശിച്ചത്, അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവൻറ്റ് മാനേജറിനെ കൊണ്ടുവരാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന പ്രിയയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പ്രിയ ഇങ്ങനെ മതിമറന്ന് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ ഏട്ടൻ എന്നോട് ഇപ്പോഴും പഴയതിലും സ്നേഹമുണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ സമയം നമ്മുടെ രാധികാമ്മ എന്തോ സംശയം തോന്നിട്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ ചടങ്ങ് മാറ്റി വെച്ചതെന്ന് എടുത്തടിച്ച പോലെ ഗോവിന്ദനോട് ചോദിക്കുക. അപ്പോൾ ഒന്നും മിണ്ടാനില്ലാതെ ഗോവിന്ദൻ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ഗീതു പറയാണ്, അത് ഞാൻ പറഞ്ഞിട്ടാണ് മാറ്റി വെച്ചതെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. നീ എന്തിനാ മാറ്റി വെക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗീതു പറയുവാണ്, അല്ല അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട് അമ്മ ഡിസ്ചാർജ് ആയിട്ട് മതിയെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം ഗോവിന്ദേട്ടനും അങ്ങനെ ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞത്, അപ്പം നിൻ്റെ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞതാ എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിയയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പ്രിയ ഓടിച്ചെന്ന് ഏട്ടനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്